കർഷക ദിനത്തിൽ വ്യത്യസ്തനായ ഒരു കർഷകനെ പരിചയപ്പെടാം. ഫാൽക്കൺ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന് ചുക്കാൻ പിടിക്കുമ്പോഴും കൃഷിയിടത്തിലാണ് മൊയ്തുണ്ണിയുടെ മനസ്സ്. കൃഷിയും വളർത്തുജീവികളും മൊയ്തുണ്ണിക്ക് ജീവവായുവാണ്. പെരുമ്പിലാവിലെ വീടിനോട് ചേർന്നുള്ള 12 ഏക്കർ കൃഷിയിടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും മൊയ്തുണ്ണി വെറുതെ ഇട്ടിട്ടില്ല. കമുക്, തെങ്ങ്, കുരുമുളക്, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധയിനം വാഴകൾ, ഫലവൃക്ഷങ്ങൾ തുടങ്ങി ഒട്ടേറെ നാടൻ വിളകൾ തഴച്ചു വളരുന്നു. കൂടാതെ വിദേശ ഫലവർഗ്ഗങ്ങളും ഇവിടുത്തെ അപൂർവ കാഴ്ചയാണ്. 10 ഏക്കറോളം വിസ്തൃതമായിട്ടുള്ള ഈ പ്ലോട്ടിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സും അതേപോലെ പശുഫാമാണെങ്കിലും ആടിൻ്റെയും കോഴികളുടെയും ഒക്കെ ഫാമൊക്കെ ആണെങ്കിലും ഇവർക്കതൊരു പുതിയ അനുഭവമാണ്. എനിക്ക് തീർച്ചയായിട്ടും നിശ്ചയമുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നാളെ അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്കും മണ്ണിലേക്കും മടങ്ങുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. 35 പശുക്കളുള്ള ഹൈടെക് തൊഴുത്ത്, ആടുകളുടെ കൂട്, വീട്ടുമുറ്റത്ത് വിഹരിക്കുന്ന കോഴികളും താറാവുകളും, ലക്ഷങ്ങൾ വിലമതിക്കുന്ന അപൂർവ ഇനം അലങ്കാര പക്ഷികൾ, ഇവയെല്ലാം അണമുറിയാത്ത സംഗീതത്തിന്റെ കൂട്ടോടെ സന്തോഷമായി കഴിയുന്നു. കർഷക കുടുംബത്തിലാണ് മൊയ്തുണ്ണിയുടെ ജനനം. പിതാവ് മുഹമ്മദിൽ നിന്നാണ് കൃഷി അറിവുകൾ പകർന്നു കിട്ടിയത്. പണ്ട് കൃഷി മാത്രമായിരുന്നു വരുമാനം. പിന്നീട് വിദേശത്ത് പോയി. അവിടെ തുടങ്ങിയ ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ വ്യവസായ ഗ്രൂപ്പിലേക്ക് വളർന്നു. പ്രതിസന്ധികളിൽ തളരാതെ നിർത്തിയത് പണ്ട് കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഊർജ്ജമായിരുന്നുവെന്ന് മൊയ്തുണ്ണി പറയുന്നു. മുട്ട, പാൽ, നെയ്യ്, തൈര് തുടങ്ങിയവ വിൽക്കാൻ ഫാമിനോട് ചേർന്ന ഔട്ട്ലെറ്റ് ഉണ്ട്. കൃഷി, മൃഗസംരക്ഷണം എന്നിവയിൽ നിന്ന് ഒരു വർഷം 20 ലക്ഷത്തോളം രൂപ വരുമാനം ലഭിക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം.